കയ്യിലൊരു സ്മാർട്ട് ഫോണുണ്ട്. വീട്ടിലാണെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ടിവിയും ഫ്രിഡ്ജും എസിയും വാഷിംഗ് മെഷീനും. ഇനി ദൂരേക്ക് യാത്രയാണെങ്കിൽ മിന്നൽ വേഗത്തിൽ പായുന്ന ട്രെയിനുകൾ. ജീവിതം സുഖകരമാക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ 21st സെഞ്ച്വറിയിലെ മനുഷ്യൻ ഇത്രയധികം മാനസികമായിട്ട് തളർന്നിരിക്കുന്നത്? പുറമേ നോക്കിയാൽ എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ഉള്ളിൽ ഒരുതരം മെൻ്റൽ എക്സോഷൻ, ഒന്നിനും സമയം തികയാത്തൊരവസ്ഥ. സൈക്കോളജിയിൽ ഇതിനെ പുരോഗതിയുടെ വിരോധാഭാസം, ദ പാരഡോക്സ് ഓഫ് പ്രോഗ്രസ് എന്ന് പറയും. ടെക്നോളജി വരുമ്പോൾ സമയം ലാഭിക്കാമെന്നാണല്ലോ മനുഷ്യൻ കരുതിയത്. പക്ഷേ സത്യം അതല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും, മനുഷ്യൻ്റെ ഫ്രീ ടൈം കുറഞ്ഞിരിക്കുന്നു, ഉറക്കം ഇല്ലാതായിരിക്കുന്നു. എപ്പോഴും എന്തോ ഒന്നിന് പിന്നാലെ ഓടുകയാണ് മനസ്സ്. ഒരു തരം ടൈം ക്രഞ്ച്. ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ്റെ തലച്ചോറിന് കിട്ടുന്ന ലോഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ മതി 100 കണക്കിന് ബ്രാൻഡുകൾ, 1000 ചോയ്സുകൾ. ഈ ചോയ്സുകൾ കൂടുമ്പോൾ മനസ്സ് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇതാണോ നല്ലത്, അതാണോ നല്ലത്, ഇങ്ങനെ ഒരു തരം ആങ്സൈറ്റിയിലേക്ക് വഴുതി വീഴുകയാണ്. പിന്നെ മറ്റൊന്നുണ്ട്, എപ്പോഴും പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരാവേശം. എ കമ്പൽസീവ് നീഡ് ടു അക്യുമുലേറ്റ് മോർ സ്റ്റഫ്. ഇതിനെ അഫ്ലുവൻസ എന്ന് വിളിക്കാം. അതായത് സാധനങ്ങൾ കൂടുന്നതിനനുസരിച്ച് സന്തോഷം കൂടുമെന്ന തെറ്റായ ധാരണ ഇന്ന് മനുഷ്യർക്കുണ്ട്. പക്ഷേ സത്യത്തിൽ ഈ പൊസഷൻ ഓവർലോഡ് മനുഷ്യൻ്റെ മാനസിക സമാധാനം നശിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇനി ബന്ധങ്ങളുടെ കാര്യം നോക്കിയാലോ? സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ 1000 കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പല മനുഷ്യരും വലിയൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ചുറ്റും ആരുമില്ലാത്ത അവസ്ഥയല്ല ഇത്. കൂടെയുള്ളവരോട് പോലും മനസ്സ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ഇൻറ്റിമസി ഡെഫിസിറ്റ്. പുറത്തുള്ള ലോകം അത്രയും സ്പീഡിൽ ഓടുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ജൈവ ഘടികാരത്തിന് അതോടൊപ്പം എത്താൻ പറ്റുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പുറത്തുള്ള ലോകത്തെ എത്രയൊക്കെ നമ്മൾ മാറ്റിയാലും മനുഷ്യൻ്റെ ഉള്ളിലെ സങ്കീർണതകൾ അവസാനിക്കുന്നില്ല. ഈ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ജീവിതത്തിന് കൃത്യമായ ഒരർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുക എന്നതാണ്. അതിന് മനുഷ്യർക്ക് വേണ്ടത് കുറച്ചു നേരം ശാന്തമായിരിക്കാനുള്ള ഒരിടമാണ്. ഡിജിറ്റൽ ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തം ശ്വാസത്തിലേക്കും ചിന്തകളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ സമയം കണ്ടെത്താൻ ഇനി ഓരോ മനുഷ്യനും സാധിക്കുമോ? തിങ്ക് അബൌട്ട് ഇറ്റ്.